സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥസംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 അടുത്ത പ്രഭാഷണത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഇരിങ്ങാലക്കുടക്കാർക്ക് അത്ര സുപരിചിതനല്ലാത്ത ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് രാജ. അദ്ദേഹം കോഴിക്കോട്ടാണ്. അദ്ദേഹം കഥകളി കഥകളിയെക്കുറിച്ച് കൂടുതൽ, മുദ്രകളെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിച്ച് ഒരു പുസ്തകം തന്നെ എഴുതി. അതും അടുത്ത കാലത്താണ് അദ്ദേഹം അതിലേക്ക് വ്രതനായത്. അത് പെട്ടെന്നായിരുന്നു പുള്ളിയുടെ അതിലേക്കുള്ള പ്രവേശനവും തുറന്നുള്ള ഈ മുദ്രകളെക്കുറിച്ചുള്ള നിരീക്ഷണവും ഹസ്തലക്ഷണ ദീപികയിൽ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പുതിയ പുതിയ കാര്യങ്ങൾ പ്രതിപാദിച്ചുകൊണ്ടുള്ളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ പേര് അത് പറഞ്ഞാൽ മതി. ഇന്നത്തെ വിഷയം ദമയന്തിയുടെ പാത്രപരിചരണം നളോപാഖ്യാനത്തിലും നളചരിതത്തിലും. കൂടുതൽ വർത്താനം അദ്ദേഹം പറയും, ഞാൻ നിർത്തുന്നു. സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. പുസ്തകം ഒരു അഭിനയഹസ്തങ്ങളെ കുറിച്ചിട്ടുള്ളൊരു പുസ്തകമാണ്. കഥകളിയിൽ ഉപയോഗിക്കുന്ന അത് പല സ്ഥലത്താണ് പേരുകൾ പലപ്പോഴും അറിയില്ല. അപ്പം അതൊന്ന് തേടി പിടിച്ച് ഒരു ബുക്കാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഇന്നത്തെ ഈ നളചരിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നു വരുന്ന ഈ 12-ാം തീയതി വരെ നടക്കാൻ വേണ്ടി പോകുന്ന ഈ സുവർണം പരിപാടിയിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നളചരിതത്തിലെ ദമയന്തിയുടെ പാത്രപരിചരണത്തെക്കുറിച്ചിട്ടാണ് ഒരു നളോപാഖ്യാനത്തിലും നളചരിതത്തിലും എങ്ങനെ ദമയന്തിയുടെ പാത്രപരിചരണം നടത്തിയിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ചില ചിന്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പുരാണ ഇതിഹാസങ്ങളെ അവലംബിച്ചിട്ടാണല്ലോ കാവ്യങ്ങൾ, നാടകങ്ങൾ, അതേപോലെ തന്നെ ആഖ്യാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടുണ്ട്. പലപ്പോഴും പുരാണോതിഹാസങ്ങളെക്കുറിച്ച് അവലംബിച്ചിട്ട് കാവ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കാവ്യകർത്താക്കൾ പലപ്പോഴും അതിൽ നിന്നുള്ള ചില മാറ്റങ്ങളൊക്കെ സാധാരണ കൊണ്ടുവരാറുണ്ട്. അത് സ്വാഭാവികമാണ്. അത് കാളിദാസൻ മുതലുള്ള എല്ലാ കാവ്യകർത്താക്കളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പം കഥകളിയിലിപ്പം ആട്ടക്കഥയിലാണെങ്കിൽ നമുക്കറിയാം. ആട്ടക്കഥയിൽ ഇപ്പം കാലേയവസത്തിൽ ഒരു പദം ഉണ്ടല്ലോ, ഉർവശിയുടെ പദം. അത് ഉർവശിയുടെ പദം നമ്മൾ മഹാഭാരതത്തിൽ കർണൻ്റെ ജന്മരഹസ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞു വരുന്നത് അവസാനമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കോട്ടയത്ത് തമ്പുരാൻ ഉർവശിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് വ്യത്യസ്തമാണ്. അർജുനൻ അഭ്യർത്ഥിക്കുകയാണ്, കാമാഭ്യർത്ഥന നടത്തുമ്പം അർജുനോട് ചെയ്യുമ്പം അർജുനൻ പറയുകയാണ്, നീ പുരൂരവസിൻ്റെ ഭാര്യയായിരുന്നുകൊണ്ട് എനിക്ക് നിന്നെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് പറയുന്നൊരു പദമുണ്ട്, ദിനകരേണ രതി സംഗമം ദീനമെന്നിയെ ലഭിച്ചു തൻ നൽ സൂര്യമൊത്ത് സുതരാം രമിച്ചതും ജനനിയല്ലയോ ജലമതേ തവാന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റം കാവ്യകർത്താവ് കൊണ്ടുവന്നുള്ള മാറ്റമാണ്. അത് പുരാണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധനമല്ല, അതിന് മാറ്റമുണ്ട്. അതേപോലെ ഇഴയമ്മൻ തമ്പിയുടെ ഈ ഉത്തരാസ്വയംവരത്തിൽ ഒരു 4 വരിയിൽ ഇപ്പം ഗാന്ധാര കർണ സുരസിന്ധുജ സിന്ധുരാജ ശല്യാദി കല്യതര ബന്ധുജനൈ പരീതെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ശല്യർ ദുര്യോധന സദസ്സിലും അംഗമായിരുന്നില്ല. യുദ്ധത്തിൻ്റെ സമയത്ത് വരുന്ന സമയത്ത്
അറിയാതെ ദുര്യോധനൻ്റെ സ്ഥലത്തേക്ക് കയറി പോവുക ചെയ്യണം. നമുക്കറിയാമല്ലോ അങ്ങനെ ഉണ്ടായത്. പക്ഷെ അദ്ദേഹത്തിന് അറിയാത്ത ആളല്ലോ, ഇരമൻ തമ്പിക്ക് ഇതൊന്നും അറിയാത്ത ആളല്ല. അപ്പോൾ ഇങ്ങനത്തെയുള്ള മാറ്റങ്ങൾ ഇതിൽ വളരെ കൗതുകകരമായിട്ടുള്ളൊരു മാറ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ശ്രീഹർഷൻ്റെ നൈഷധത്തിൽ ഒരു 4 വരിയുണ്ട്. അറിയുന്നുണ്ടാവും, ടീച്ചറൊക്കെ കാര്യം പറ്റി അറിയുണ്ടാവും. ഈ ദമയന്തിയുടെ സ്വയംവര വർത്തമാനം ഇന്ദ്രാദികളിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് കലി പറയുന്ന 4 വാക്കുകളുണ്ട്. അതിങ്ങനെയാണ്: യഥധ്വം സഹവർത്തും മാം പാഞ്ചാലിയും പാണ്ഡവൈരിവ സാപി പഞ്ചഭിരസ്മാഭി സംവിഭൈജൈവ ഭുജ്യതാം. അതാണ് കളി പറയുന്നത്. അതായത് നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ പാഞ്ചാലിയെ പാണ്ഡവന്മാർ എന്ന പോലെ ഇവളെ നമുക്ക് 5 പേർക്കും കൂടെ വിഭജിച്ച് അനുഭവിക്കാം എന്നാണ് കലി പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ പാണ്ഡവന്മാരോട് പറഞ്ഞു കൊടുക്കേണ്ട കഥയായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു സ്വതന്ത്ര കാവ്യം എന്നുള്ള രീതിയിൽ ഇതിൽ തെറ്റൊന്നുമില്ല. സ്വതന്ത്ര കാവ്യം എന്നുള്ള രീതിയിൽ നൈഷധത്തെ കാണുമ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. ഉണ്ണായി വാര്യരും അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. കാരണം നളചരിതത്തിൽ നാരദന് ആദ്യം അവസാനം വരുന്നത്, അല്ലെങ്കിൽ ഹംസം വരുന്നതൊക്കെ ഈ മാറ്റങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങളിലൊന്നും ഉർവശിയുടെയോ അർജുനൻ്റെയോ കലിയുടെയോ ഒന്നും പാത്ര സ്വഭാവത്തിൽ മാറ്റം അവരാരും വരുത്തിയിട്ടില്ല. പക്ഷെ ഉണ്ണായി വാര്യരായിരിക്കാം ഒരു പക്ഷേ, എനിക്കറിയില്ല, എല്ലാം നമുക്ക് പറയാൻ വേണ്ടി, പക്ഷെ ഒരു പക്ഷേ ഉണ്ണായി വാര്യരായിരിക്കാം പാത്ര സ്വഭാവത്തിൽ കൃത്യമായ മാറ്റം വരുത്തിക്കൊണ്ട് ദമയന്തി എന്ന് പറയുന്ന വ്യക്തിത്വത്തെ കൂടുതൽ ജ്വലിപ്പിച്ചുകൊണ്ട് നളചരിതത്തിൽ നിർത്താൻ വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വലിയ ശ്രമം തന്നെ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം നളോപാഖ്യാനം വായിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നളോപാഖ്യാനം വായിച്ചിട്ടുള്ളവർ ഉണ്ടാവാം. നളോപാഖ്യാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദമയന്തി എന്ന് പറയുന്ന വളരെ അധീരയും അബലയും ഭയചകിതയും പ്രതിസന്ധി ഘട്ടങ്ങളോട് എന്താ പറയുക സംഭ്രമിപ്പിക്കുന്നവളും ഒളിച്ചോടുന്നവളുമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് നളോപാഖ്യാനത്തിൽ പറയുന്നത്. ഒരു സാധാരണ രാജകന്യക അല്ലെങ്കിൽ ഒരു രാജഭാര്യ അല്ലെങ്കിൽ രാജ്യപുത്രി എന്നുള്ളതിന് കവിഞ്ഞിട്ടുള്ള ഒരു പ്രാധാന്യവും നളോപാഖ്യാനത്തിൽ ദമയന്തി കൊടുത്തിട്ടില്ല. ഉണ്ണായി വാര്യരുടെ ദമയന്തി അങ്ങനെയല്ല. ഉണ്ണായി വാര്യരുടെ ദമയന്തി ആത്മാഭിമാനവും ആഭിജാത്യവും ഉള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ അത് നേരിടണം, എങ്ങനെ തരണം ചെയ്യുന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള പ്രായോഗിക ബുദ്ധി പ്രവർത്തിപ്പിക്കുന്ന ഒരു വലിയ ഉയർന്ന വ്യക്തിത്വമായിട്ടാണ് ഉണ്ണായി വാര്യർ ദമയന്തിയെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് വളരെ രണ്ടും രണ്ട് തന്നെയാണ്. നിരവധി സന്ദർഭങ്ങളിൽ കൂടെ അദ്ദേഹം അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാം ഒരുമിച്ച് പോകുന്നതിന് വേണ്ടിയിട്ട് സമയം എഴുതിയിട്ടുണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രധാന കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാം. ഇപ്പം നളൻ ദമയന്തിയുമായിട്ട് ആദ്യം കാണുന്നത് നമുക്കറിയാമല്ലോ, മറ്റേ ദേവന്മാരുടെ ദൂതനായിട്ട് അന്തപുരത്തിൽ ചെല്ലുകയാണ്, ദമയന്തിയുടെ അന്തപുരത്തിൽ ചെല്ലുന്നതാണ്. അപ്പോൾ അതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നളചരിതത്തിൽ നളനാണെന്ന് അറിയാതെയാണ് ചെല്ലുന്നത്. തിരസ്കരണി ഉപയോഗിച്ച് വരികയാണ്. നളനാണെന്ന് ദമയന്തിക്ക് അറിയില്ല. അതേസമയത്ത് നളോപാഖ്യാനത്തിൽ നളനായിട്ട് തന്നെയാണ്. നളൻ ഞാൻ കേൾക്ക കല്യാണി വന്നേൻ വാനോർക്ക് ദൂതനായി എന്നാണ് പറയണത്. ഞാൻ നളനാണ്, ദേവന്മാർക്ക് ദൂതനായിട്ട് വന്നിരിക്കുകയാണെന്ന് തന്നെയാണ് പറയണത്. മറ്റതങ്ങനെയല്ല. ഭീമാവനീരമണ നന്ദനെ എന്നെ ദേവദൂതനെന്ന് ധരിച്ചു കൊള്ളുക എന്നാണ് പറയണത്. ദമയന്തി ഈ തിരസ്കരണി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ഈ എന്താ പറയുക, വേഷപ്രച്ഛന്നനായിട്ടെന്നുള്ള രീതിയിലൊക്കെ ചില ആൾക്കാർ കാണിക്കാറുണ്ട്. വേഷപ്രച്ഛന്നനായിട്ടല്ല വരുന്നത് നളനായിട്ട് തന്നെയാണ്. പക്ഷെ നളനെ തിരസ്കരണിയായിട്ട് വരുന്നതുകൊണ്ട് നളനാണെന്ന് ദമയന്തിക്ക് അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ വരുന്ന നളൻ, അത് രണ്ട് നളോപാഖ്യാനത്തിലും നളചരിതത്തിലും ഒരേ കർത്തവ്യമാണ് നിർവഹിക്കുന്നത്. അതായത് ദമയന്തിയോട് ഈ 4 പേരിൽ ഒരാളെ വിവാഹം കഴിക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് നളോപാഖ്യാനത്തിലെ ദമയന്തി വളരെ ചകിതിയാവും, അധീരയാവും. അവർ പറയുന്നത് നിന്നെ തന്നെ ധ്യാനിച്ച് ഞാൻ ഇരിക്കുകയാണ്, എന്നെ നീ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീ എന്നെ തള്ളിക്കളയരുതെന്ന് പറയാണ്. അത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഭാഷാഭാരതത്തിൽ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ വരികളാണ്. കാരണം സംസ്കൃതം എനിക്കത്ര വഴങ്ങുന്ന സാധനമല്ല, അറിയുന്നതല്ല. ഭജിക്കും എന്നെ നീ തള്ളിക്കളഞ്ഞിടിക്കൽ മാനത വിഷം തീ സലിലം പാശം ഒന്നാം നിന്മൂലമെൻഗതി. നീ എന്നെ തള്ളിക്കളയുകയാണെങ്കിൽ വിഷം തീ സലിലം പാശം, വിഷം തീ സലിലം എന്ന് പറയുന്ന വെള്ളം, പാശം എന്ന് പറയുന്ന കയറ്, ഇതിലേതെങ്കിലും ആയിരിക്കും എൻ്റെ ഗതി എന്ന് മാത്രമല്ല വിറച്ച് കൈകൂപ്പി നിൽക്കും അവളോട് ഓതി മന്നവൻ. അങ്ങനെ വിറച്ച് കൈകൂപ്പി നിൽക്കുകയാണ് ദമയന്തി. അങ്ങനെയുള്ളൊരു ദമയന്തിയാണ്. അതായത്
നിന്നെ ഞാൻ ആഗ്രഹിച്ച നിന്നെ കിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാണൻ ത്യജിക്കേണ്ടി വരുന്ന ഒരു ദമയന്തിയാണ്. വളരെ ദയനീയമായിട്ടുള്ള രീതിയിൽ വളരെ നിൽക്കുന്ന ഒരു ചിത്രമാണ് നളോപാഖ്യാൻ തരുന്നത്. മറിച്ച് ഉണ്ണായിവാരുടെ ദമയന്തി എന്താ പറയുന്നത്? ഉണ്ണായിവാരുടെ ദമയന്തി വളരെ കൃത്യമായിട്ട് ഇതിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വാസവൻ നിയോഗിച്ചനുസരിച്ചാണ് ഞാൻ വരുന്നത്, നീ ഇവരിൽ ഒരാളെ വിവാഹം കഴിക്കണം എന്ന് പറയുന്ന സമയത്ത് ഈശന്മാരെന്ത് വികാരലേശം കൂടാതെ അതിനീച യോഗം ആരംഭിച്ചത് ആചാരം ഇപ്പോൾ എന്നാണ് പറയുന്നത്. ഈ നീച പ്രവൃത്തി ഈശ്വരന്മാരെപ്പോഴാണ് ആരംഭിച്ചത്? വളരെ ബോൾഡായിട്ടാണ് പറയണത്. രാജപുത്ത് ഞാനിന്നൊരു രാജ്യഭാരയെ നാശയെ ധരിപ്പാൻ എന്ത് ക്ലേശം ദേവാനാം. ഈ ദേവന്മാർക്ക് ഞാനൊരു രാജഭാര്യയാണെന്നറിയില്ലേ? അപ്പം മനസ്സാൽ വരിച്ചു കഴിഞ്ഞു. അപ്പം അങ്ങനെ അത്ര വളരെ ആ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നളൻ വീണ്ടും പറയാണ്, വൃന്ദാരക വരെ നിന്ദ ചെയ്ത നിനക്ക് ആരിന്നൊരുവൻ ബന്ധു എന്നാൽ അത് പറയണം. ഇങ്ങനെ ഈ ദേവന്മാരെ നീ നിന്ദിച്ചാൽ നിനക്കിനി ആരാ സഹായത്തിനുണ്ടാവുകയെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. ഇത് ഉണ്ണായിവാരുടെ കൂട്ടിച്ചേർക്കലാണേ. മഹാഭാരതത്തിൽ പറയുന്നത് നീ നിൻ്റെ ഉചിതം പോലെ ചെയ്തോളൂ എന്നാണ് പറയണത്. മഹാഭാരതത്തിൽ നളൻ്റെ ആഗ്രഹം സാധിക്കുന്ന രീതിയിൽ നീ ഉചിതം പോലെ ചെയ്തോളൂ എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. ഇവിടെ നളന് ചെറിയൊരു വില്ലിൻ്റെ പരിവേഷം കൊടുക്കണ്ടോ സംശയം. നീ ഇവരെ നിന്ദ ചെയ്താൽ നിനക്ക് ആര് ബന്ധു എന്ന് പറയാണ്. അതിന് ദമയന്തി കൊടുക്കുന്ന മറുപടി എന്താ? പതിദേവതമാർ അനവധി ഭൂമികയിൽ അതിലൊന്നല്ലോ ഞാനും, ചതിദേവതകൾ തുടർന്നിടുകിലോ ഗതിയാരവനീതരെ. ഞാൻ പതിദേവതയാണ്, ഞാൻ പതിവ്രതയാണ്. അപ്പം ഇങ്ങനെ അപ്പം ആലോചിച്ച് നോക്കും. ഉപയോഗിക്കുന്ന വാക്കുകൾ ഒന്ന് നീചമായിട്ടുള്ള യോഗം ആരംഭിച്ചു, ചതിയാണ്. ചതി തുടരുക എന്ന് പറയണത്, തുടങ്ങുക എന്നല്ല പറയണത്, തുടരുക എന്ന് പറയണത്. അപ്പോൾ ഈ വാക്കുകൾ കേട്ടിട്ട് നളൻ്റെ ഭാവം കവി പറയുന്നുണ്ട്. വളരെ രസമാണത്. ഇത്യേവം ദമയന്തിതൻ മൊഴികൾ കേട്ട് അത്യന്തം ആശ്ചര്യവും വാത്സല്യം ബഹുമാനവും പ്രണയവും ചീർത്തു നളൻ ആശയം എന്നാണ് പറഞ്ഞത്. ഇത് കേട്ടതോടുകൂടി നളന് വളരെ സുഖമായി, സന്തോഷമായി. അപ്പോൾ ദമയന്തി കൃത്യമായ രീതിയിൽ പറയുകയാണ്, ഞാനൊരു പതിദേവതയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നളോപാഖ്യാനത്തിൽ പറയുന്ന ദമയന്തിയുടെ ആ വിറച്ച് കൈകൂപ്പി നിന്ന് ഈ എന്താ പറയുക, ഞാൻ പ്രാണത്യാഗം ചെയ്യുമെന്ന് പറയുന്ന ഒരു ദമയന്തിയല്ല നളചരിതത്തിൽ ഉണ്ണായിവാരർ അവതരിപ്പിക്കുന്നത്. വളരെ അഭിമാനിയായിട്ടുള്ള ഒരു ദമയന്തിയാണ്. ഇത് മാത്രമല്ല, ഇതിപ്പം ഈ ദമയന്തിയുടെ ഈ ഒരു എന്താ പറയുക ദൈന്യമായിട്ടുള്ള അവസ്ഥ പല സ്ഥലങ്ങളിലും നളോപാഖ്യാനത്തിൽ വരുന്നുണ്ട്. ഇപ്പം വേർപാട് കഴിഞ്ഞിട്ട് കാട്ടിൽ അലഞ്ഞു നടക്കുകയാണ്. കാട്ടിൽ ശരിക്കും അലഞ്ഞു നടക്കുക എന്നുള്ള പദം ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ നടക്കുന്ന ദമയന്തി ഇങ്ങനെ വൃക്ഷലതാദികളോട് മൃഗങ്ങളോട് കാണുന്നവരോടൊക്കെ നളനെ അന്വേഷിക്കുകയാണ്. കാട്ടാളൻ്റെ ഭസ്മീകരണം കഴിഞ്ഞ് സാർത്ഥവാഹ സംഘത്തിനോട് ചേരുന്ന വഴിക്കുള്ള അതിൽ 110 ശ്ലോകങ്ങളാണ് നളോപാഖ്യാനത്തിലുള്ളത്. ദമയന്തി കാട്ടിൽ അലഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് 110 ശ്ലോകങ്ങളാണ് ഉള്ളത്. ആ 110 ശ്ലോകങ്ങളിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നവരോടൊക്കെ അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ആശ്രമം കാണുകയാണ്. ആ ആശ്രമം കാണുന്ന സമയത്ത് അവിടെ അത് ഈ നളചരിതത്തിൽ അതിനെക്കുറിച്ചിട്ട് പരാമർശിക്കുന്നില്ല. ആശ്രമങ്ങൾ കാണുകയാണ്. ആശ്രമങ്ങളിൽ 3 രാപ്പകൽ പോന്നിട്ട് കണ്ടാള പരമാങ്കന ദിവ്യകാനനമാർന്നുള്ള താപസാരണ്യം ഉത്തമം ശോഭിപ്പതാം വസിഷ്ഠാത്രി ഭൃഗു സന്നിഭ താപസർ. വസിഷ്ഠനെയും ഭൃഗുവിനെയും അത്രയും സമാനമായിട്ടുള്ള മഹർഷിമാരുള്ള ആശ്രമം കാണുകയാണ്. അപ്പോൾ ആശ്രമം കാണുന്ന സമയത്ത് ആശ്രമം ചോദിക്കും, നീ എൻ്റെ നളനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അന്വേഷിക്കുകയാണ്. അപ്പോൾ അവർ പറയും, നിനക്ക് കാണാൻ സാധ്യതയുണ്ടാവും, നിനക്ക് നല്ലത് വരുമെന്ന് പറയുന്ന സമയത്ത് ദമയന്തി അവിടെ പറയുന്ന ചില വാക്കുകളുണ്ട്. ചിലരാപ്പകലിനുള്ളിൽ നളനെ കണ്ടിടായിലോ ഈ ശരീരം വെടിഞ്ഞ് ആത്മാവിനെ ആക്കുവൻ. ഞാനൊരു കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ നളനെ കണ്ടില്ലെങ്കിൽ ഞാൻ ഒന്ന് ആലോചിച്ച് പോകും. ആദ്യം അവിടെ പറഞ്ഞു വിഷം തീ സലിലം പാശം. ഇവിടെ വീണ്ടും പറയാണ്. മാത്രമല്ല, ആ നരശ്രേഷ്ഠനില്ലായെങ്കിൽ ജീവിതം കൊണ്ട് എന്തുമേ ഫലം, ഭർത്തൃശോകാർത്ഥയാകും ഞാൻ എന്തിനിങ്ങനെ നിൽപ്പതും. വളരെ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണിട്ടുള്ള ഒരു ദമയന്തിയെ കാണുന്നത്. മാത്രമല്ല, ദമയന്തി പറയുന്നുണ്ട് അതിലിങ്ങനെ ഈ വൃക്ഷലതാദികളോടും മൃഗങ്ങളോടും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സിംഹം വരികയാണ്. അപ്പോൾ സിംഹത്തിനോട് ചോദിക്കുകയാണ്, നീ എൻ്റെ നളനെ കണ്ടോ, നീ എൻ്റെ നളനെ കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അല്ലാ നളനെ ചൊല്ലിത്തരില്ല എന്നാൽ വനാധിപ എന്നെ തിന്നു മൃഗശ്രേഷ്ഠ, നീ ഈ മാൽ വിടുവിക്കടോ.
നിനക്ക് എൻ്റെ നളനെ കാണിച്ചു തരാൻ പറ്റില്ലെങ്കിൽ നീ എന്നെ തിന്ന് എൻ്റെ ഈ ദുഃഖം കളയാൻ വേണ്ടി പറയാണ്. അപ്പം വളരെ നിരാശയിൽ ആണ്ട ഒരു ഒരു ദമയന്തിയാണ് പറയുന്നത്. ഉണ്ണായിവാരുടെ ദമയന്തി എന്താ പറയണേ? ഉണ്ണായിവാരുടെ ദമയന്തി ഈ പറയുന്നതുണ്ട്, ഈ സമയത്ത് പറയുന്നുണ്ട്, പന്നിസിംഹമുള്ള അരണ്യം തന്നിൽ ഇനി ഉഴലുകിൽ മൃത്യു വന്നു പോകും എനിക്ക്, ചെന്നു വാഴുക നല്ലതൊരു പുരേ. ഞാൻ ഈ കാട്ടിലിങ്ങനെ അലഞ്ഞു നടന്നാൽ എനിക്ക് മരണം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നതാണ് ഉചിതം. പിന്നെ ആളെയും വിട്ട് നീളയും ഭൂവി പുണ്യകീർത്തനെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. രണ്ട് ദമയന്തിമാരും തമ്മിൽ വ്യത്യാസമാണ്. ഒരു ദമയന്തി നളനെ കണ്ടില്ലെങ്കിൽ ആത്മത്യാഗം ചെയ്യുമെന്ന് പറയുന്ന ദമയന്തിയിൽ നിന്നും എനിക്ക് നളനെ കണ്ടുപിടിക്കണം, അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ സിംഹം തുടങ്ങിയിട്ടുള്ള ഹിംസ ജന്തുക്കളുള്ള കാട്ടിൽ ഞാൻ അലഞ്ഞു നടന്നാൽ എനിക്ക് മൃത്യു സംഭവിക്കും, അതുകൊണ്ട് ഞാൻ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് പോകണം, അവിടെ ചെന്നിട്ട് ഞാൻ നളനെ അന്വേഷിക്കാമെന്നാണ് പറയുന്നത്. വളരെ കൃത്യമായ രീതിയിലാണ്. കാരണം അവിടെ ഒരു വശത്ത് ഇപ്പം എന്താ പറയുക, നിരാശയുടെ പ്രതീകമായിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ദമയന്തി ഒരു പ്രത്യാശയുടെ പ്രതീകമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, ദമയന്തിയുടെ ഈ എന്താ പറയുക, ഈ ആത്മഹത്യാ പ്രവണത എന്ന് വേണമെങ്കിൽ പറയാം, അത് വീണ്ടും വരുന്നുണ്ട്. ഈ ഋതുപർണനെയും കൊണ്ട് വരികയാണ് ബാഹുവൻ വന്ന സമയത്ത്, രഥത്തിൻ്റെ ഒച്ച കേൾക്കുന്ന സമയത്ത് ദമയന്തിയുടെ ആത്മഹത്യത്തെക്കുറിച്ചിട്ട് മഹാഭാരതത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇനിയാ ചന്ദ്രമുഖനാം നളനെ കണ്ടിടായില്ലോ, ഗുണമേറും വീരനെ ഞാൻ നശിക്കും ഉടനെ ദൃഢം. ഇനി എനിക്ക് നളനെ കണ്ടില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകും. ഇന്നു ഞാൻ ഈ വീരനുടെ സുഖസ്പർശം ഭുജാന്തരം പ്രവേശിക്കാതിരുന്നീടിൽ പിന്നെ ഞാനില്ല നിശ്ചയം. ഞാൻ ഇന്ന് അവൻ്റെ ആ കെട്ടിപ്പിടിക്കലിൻ്റെ ഉള്ളിൽ ഞാൻ നിന്നിട്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല. ഇനി അതിന് വലുതായിട്ട് വരണത്: മേഘസ്വനൻ നൈഷധൻ എൻ നേരെ വന്നിടായില്ലോ, ഇന്ന് പൊൻ നിറമായി കത്തും വന്നിയിൽ ചെന്ന് ചാടുവൻ. ആലോചിക്കൂ. അപ്പം നളോപാഖ്യാനത്തിലെ ദമയന്തി എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക, ഒരു ഇപ്പം ഈ AR രാജരാജവർമ്മയുടെ ഭാഷ കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നളോപാഖ്യാനത്തിലെ നായിക ഒരു പുരോഭാഗിനിയും ഈ നളചരിത്രത്തിലെ നായിക ഒരു ഗുണഗ്രാഹിണിയും എന്ന് വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു. അത് AR രാജരാജവർമ്മ മറ്റൊരു സന്ദർഭത്തിലാണ് അതിനെക്കുറിച്ചിട്ട് വരച്ചിട്ടുള്ളത്. എങ്കിൽ പോലും അതിൽ കൃത്യമായ രീതിയിലുള്ള ആ വ്യത്യാസം രണ്ടിലും ഉണ്ണായി വാര്യർ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഇപ്പം നളനെ അന്വേഷിച്ച് പോകുന്ന സന്ദർഭമുണ്ട്. അപ്പോൾ നളനെ തിരിച്ച് ചേതി രാജ്യത്ത് നിന്ന് തിരിച്ചു വന്ന് അമ്മയുടെ കൂടെ എത്തിയതിന് ശേഷം ബ്രാഹ്മണരെ വിടുകയാണ് നളനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നളനെ അന്വേഷിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മഹാഭാരതത്തിൽ പറയുന്നത്, ഭൈമി ചെന്നാൾ അവരോടി മൊഴി രാഷ്ട്രത്തിലൊക്കെയും ഓതുവിൻ ജനയോഗങ്ങൾ തോറുമേ വീണ്ടും എങ്ങുമേ. 4 പേര് കൂടുന്ന ഒക്കെ സ്ഥലത്ത് പോയിട്ട് പറയാനാണ് പറയണത്. മനസ്സിലേ? ഉണ്ണായിവാര്യർ അതല്ല പറയണം. ഉണ്ണായിവാര്യർ നൃപസഭകളിൽ പോയി പറയാനാണ് പറയുന്നത്. കാരണം ഉണ്ണായിവാര്യർ ദമയന്തിക്ക് അറിയാം നളൻ എവിടെ ഏകദേശം ഉണ്ടായിരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ധാരണയുണ്ട്. അപ്പോൾ ഈ മഹാഭാരതത്തിലെ ദമയന്തി പറയുന്ന വാക്കുണ്ട്. ആ വാക്ക് ഇങ്ങനെയാണ്: എൻ വസ്ത്രാർത്ഥമറുത്തും കൊണ്ടെങ്ങു പോയി ധൂർത്ത നീ, കാട്ടിൽ കിടന്നുറങ്ങിയിടും പ്രിയയെ വിട്ടു ഹേ പ്രിയ, നീ കണ്ട മട്ടുതാൻ നിൽപ്പു നിന്നെത്താൻ കാത്തുകൊണ്ടവൾ, ഏറ്റം ഉൾച്ചൂടേറ്റു ബാല വസ്ത്രാർത്ഥം ചുറ്റി അങ്ങനെ, അസങ്കടത്താൽ കരയും അവളിൽ ചുറ്റും അന്ന നീ, പ്രസാദിക്കണമേ വീര മറുവാ കരുളയണമേ. വളരെ ദയനീയമായിട്ടുള്ളതാണ്. നീ കണ്ട മട്ടുതാൻ നിൽപ്പു നിന്നെത്താൻ കാത്തുകൊണ്ടവൾ, ഞാൻ നിന്നെ തന്നെ കാത്തു നിൽക്കുകയാണ്. എങ്ങനെ? വസ്ത്രാർത്ഥം ചുറ്റി. അന്ന് നീ മുറിച്ചുകൊണ്ട് പോയിട്ടുള്ള വസ്ത്രാർത്ഥം ചുറ്റിയിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. ആ സങ്കടത്താൽ കരയും അവളെ ചുറ്റുമന്ന നീ, പ്രസാദിക്കണമേ വീര മറുവാക്കുക. ഉണ്ണായിവാര്യർ ദമയന്തി എന്താ പറയണത്? ഉണ്ണായിവാര്യർ ദമയന്തി ഇതല്ല പറയണത്. ഉണ്ണായിവാര്യർ ദമയന്തി പറയുന്നത്, എങ്ങോട്ട് പോയി രസഭംഗോദ്യ തോസി പടഭംഗോസ്തു ഖേദമതിനില്ല, ഏതുമറിയാൻ ആധിമമനില്ല, ഏവമയി ഹിതവ മമ ഭാവമിനി അതുമറിക, യാവതസു നിയമമതുമില്ല. ഈ യാവതസു നിയമമതുമില്ല എന്ന് പറയുന്നത് നളൻ്റെ മനസ്സിനെ പിടിച്ച് കുലുക്കിയിട്ടൊരു വാക്കത്. എങ്ങോട്ട് പോയി രസഭംഗോസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പരസ്പരാനുരാഗത്തിന് ഭംഗം കൊണ്ടുവന്നവനാണ്. നീ പരസ്പര അനുരാഗം മുറിച്ചെടുത്തവനാണ്. പടഭംഗോസ്തു, നീ വസ്ത്രം മുറിച്ചെടുത്തവനാണ്. അതവിടെ നിൽക്കട്ടെ.
ഖേദം അതിനില്ല, എനിക്കതിലൊരു ഖേദവുമില്ല. ഏതുമറിയാൻ ആധിമമനില്ല. പക്ഷെ നിന്നെപ്പറ്റി അറിയാത്തതുകൊണ്ട് എനിക്ക് ആധിയുണ്ട്. ഞാൻ നിന്നെ അറിയാൻ വേണ്ടിയിട്ട് എനിക്കുള്ള ആധിയുണ്ട്. ഏവമയി കിതവ, നീ ഞാൻ ചെയ്യാൻ പോകണം എന്താന്ന് കേട്ടോളൂ. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നീ തന്നെ മട്ടുതാൻ നിൽപ്പൂ, നിന്നെത്താൻ കാത്തുകൊണ്ടവൾ എന്നാണ് പറയണത്. മനസ്സിലായില്ലേ? ഇവിടെ എന്താ പറയണത്? ഏവമയി കിതവ മമ ഭാവമിനി അതും അറിയുക, യാവതസു നിയമമതുമില്ല. യാവതസു നിയമം എന്ന് പറയുന്നതാണ് ഒളിവിലൊരു മൊഴി. ഇതൊരു സീക്രട്ട് കോഡഡ് വാക്കാണ് നളന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളത്. യാവതസു നിയമം എന്ന് പറഞ്ഞാൽ അത് രണ്ട് രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അസുനിയമം യാവത് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ പ്രാണൻ എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യക്ഷാർത്ഥം. യാവതസ് നിയമം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവനുള്ളിടത്തോളം എനിക്ക് ഈ പാതിവൃത്യ നിയമം ഉണ്ടാവുമെന്ന് നീ ധരിക്കണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ വ്യാഖ്യാതാക്കളും ഒരേമാതിരി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അസുനിയമം യാവത് അതുമില്ല, പ്രാണധാരണം ഏതുവരെയെന്ന് നിശ്ചയമില്ല. യാവതസ് നിയമമതുമില്ല, ഇനിയുള്ള ജീവിതത്തിൽ ഏകഭർത്തൃവ്രതം എന്ന വ്യവസ്ഥ എനിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ അർത്ഥം ഞാൻ ചിലപ്പോൾ ഒരു രണ്ടാം വിവാഹത്തിനും ചെയ്തേക്കാം. അവിടെ എന്താ പറയുന്നത്? നീ കണ്ട മട്ടുതാൻ നിൽപ്പൂ, നിന്നെത്താൻ കാത്തുകൊണ്ട്. അങ്ങനെ ദയനീയമായിട്ടുള്ള നളനെ, ഉണ്ണായിവാരുടെ ദമയന്തി നളനെ വളരെ കൃത്യമായ രീതിയിൽ പ്രകോപിപ്പിക്കുന്നുണ്ട് പല സന്ദർഭങ്ങളിലും. അതിലുള്ള ഒരു സന്ദർഭമാണിത്. ഈ യാവതസ് നിയമമാണ് നളൻ്റെ കോപാരംഭകടുത്തിയുടെ കാരണം. അവസാനം കാണുന്ന സമയത്ത് ഒരു കോപാരംഭകടുത്തിയുണ്ടല്ലോ, അതിൽ സുദേവനെ കണ്ടതുകൊണ്ടൊന്നുമല്ല, സുദേവൻ്റെ വാക്ക് കേട്ടിട്ടൊന്നും അങ്ങനെ നളൻ്റെ മനസ്സിന് ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. ഭൂമിദേവർ പലരെയും അയച്ചു ചിരം താമഹോ തിരഞ്ഞെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭൂമിദേവർ തിരയാൻ അയച്ചത് സുദേവനല്ല, പർണാദിനെയാണ്. പർണാദൻ പറഞ്ഞതാണ് യാവതസ് നിയമം. അത് കേട്ടപ്പോഴാണ് നളന് കോപാരംഭ കടുപ്തിയാണ്. കോപം തുടങ്ങുന്നതിന് മുമ്പുള്ള കുത്തുവാക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അവതരണം കണ്ടു നളൻ്റെ. ഈ ഈര്യത എന്ന് പറയുന്ന തുടക്കം മുതലേ നളനിങ്ങനെ കുപിതനായിട്ട് ഇങ്ങനെ നിൽക്കുക കണ്ടാണ്. ഈ ആനന്ദ തുന്തിലെന്ന് പറയുന്നത് രോഷത്തോട് കൂടിയിട്ട് അഭിനയിക്കുകയാണ്. തുന്തിലൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞവൻ എന്നൊക്കെ ഉള്ള രീതിയിൽ വിപരീത ലക്ഷണയിൽ വേണമെന്നാണ് ഇപ്പോൾ പറയണത്. എനിക്കറിയില്ല. തുന്തിലൻ, ആനന്ദ തുന്തിലൻ എന്ന് പറഞ്ഞാൽ ആനന്ദം കൊണ്ട് നിറഞ്ഞവൻ എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം എന്താ പറയുക, കാതിരവേയ തുലക കാലിണയെ കൂപ്പുന്നു എന്ന് പറഞ്ഞാൽ പാമ്പിന് കാലുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയാൽ നമുക്കിപ്പം അങ്ങനെ ആൻസർ പറയാൻ പറ്റുന്നില്ല. അതിന് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ കാവ്യ ആസ്വദിക്കുകയോ ഈ യുക്തിയിലേക്ക് പോകുമോ എന്നുള്ളതാണ് പ്രശ്നം. വളരെ കൃത്യമാണ്. എന്താ പറയുക, ആ കോപാരംഭ കടുത്തിക്കുള്ള കാരണം ഈ യാവതസ് നിയമം ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഭൂമിദേവർ പലരെയും അയച്ചു ചിരം ത്വാമഹോ തിരഞ്ഞെന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ അതിന് ഇത് മെയിനിൽ നിന്ന് ചെറുതായിട്ട് മാറുകയാണെങ്കിൽ ഒന്ന് രണ്ട് കാര്യം പറയണമെന്ന് ഉദ്ദേശിക്കണം. കാരണം വെച്ചാൽ നളൻ വരുന്ന സമയത്ത് 4-ാം ദിവസത്തിലെ ശ്ലോകം തുടങ്ങുന്നത് എന്താ? ഖലൻ കലിയകന്ന നാൾ കരളിലോർത്തുതൻ കാമിനിയും നളേകില നടയതിലും നയതി സത്വരം തം രഥം എന്നാണ്. കരളിലോർത്തുകൊണ്ട് വരുന്ന ആൾ ചീത്ത പറയാൻ വേണ്ടി വരില്ലല്ലോ. കരൾ എന്ന് പറയുന്നത് ഈ ഇംഗ്ലീഷിലെ ലിവർ അല്ലല്ലോ, അതിനൊരു അനുരാഗമായിട്ടും പ്രണയമായിട്ടും ഒക്കെ ഉള്ള ഒരു പ്രതീകമാണ്. അപ്പോൾ ഉണ്ണായിവാർ ഓരോ വാക്കും കൃത്യമായിട്ടാണ് ഉപയോഗിച്ചിരിക്കണം. ഉണ്ണായിവാർ ആരും വെറുതെ ഒരു വാക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഖലൻ കലി അകന്ന നാൾ കരളിലോർത്തുതൻ കാമിനിയും തന്നെയാണ് പറയണത്. അങ്ങനെ വരുന്ന നളൻ്റെ അനുഭവം എന്താ? നളം വരുന്നത് ചതുരാർണവാന്തരരാജകം വന്നു നിറഞ്ഞു കൊണ്ടിരുന്ന് കേട്ടിട്ടാണ് വരുന്നത്. പക്ഷേ ഋതുപർണൻ്റെ പറയുന്നുണ്ടല്ലോ, ഉപഗമ്യസ കുണ്ടിനം പുരന്തൻ നൃപസഞ്ചാര വിഹീനമേവ വശ്യം എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നൃപസഞ്ചാരം ഇല്ലാത്ത നിരത്തുകൾ കണ്ടുകൊണ്ടാണ് നളം വരുന്നത്. അപ്പോൾ ഈ ശുദ്ധാത്മാവായിട്ടുള്ള ഋതുപർണന് സംഗതി മനസ്സിലായി. അതാണല്ലോ ഉർവീസ് ചാവലം പെരുത് എന്നുള്ള പദം അതിൻ്റെ ആണല്ലോ. അപ്പം ശുദ്ധാത്മാവായിട്ടുള്ള ഋതുപർണന് മനസ്സിലായിട്ടുണ്ട്, കലിമോചിതനായിട്ടുള്ള ധർമ്മബുദ്ധിയായിട്ടുള്ള നളന് മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ വേണ്ടി സാധിക്കില്ല. എന്തായാലും അത് കണ്ടതുകൊണ്ട് പറഞ്ഞതാണ്. ഈ നളൻ്റെ കോപാരംഭകടുത്തിക്ക് പ്രധാനം ദമയന്തിയുടെ ഈ യാവതസ് നിയമം ഓർമ്മിപ്പിക്കത്തക്ക തരത്തിൽ ഭൂമിദേവർ പലരെയും അയച്ചു ചിരം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ്. അത് വളരെ കൃത്യമായ രീതിയിൽ ദമയന്തി പറയുന്നുണ്ട്. ദമയന്തി ഇത് മാത്രമല്ല, ദമയന്തിയുടെ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഈ എവിടെയെല്ലാം ദമയന്തി വളരെ അധീരയായുള്ള രീതിയിൽ ദമയന്തി അവതരിപ്പിച്ചിട്ടുണ്ടോ അതിനൊക്കെ അതല്ലാത്ത രീതിയിൽ ഉണ്ണായിവാര്യർ ദമയന്തി എന്ന് പറയുന്ന
ആ വ്യക്തിത്വത്തിനെ ഉയർത്തുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതിപ്പം നളൻ ഈ നേരത്തെ പറഞ്ഞ യാവതസ്വയമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വനത്തിൽ തിരഞ്ഞു നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നുള്ളതിന് ഉദ്ദേശത്തെക്കുറിച്ചൊക്കെയാണ് കൃത്യമായിട്ട് പറയുന്നത്. ഉണ്ണായി വാര്യർ എവിടെയൊക്കെ ദമയന്തിയുടെ യശസ്സിനെ ഉയർത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഭാരതത്തിലുണ്ടോ അതൊക്കെ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഈ ചേതിരാജ്യത്ത് ചെന്നിട്ട് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് രാജ്ഞി പറയാണ്, ചേതിരാജ്യത്ത് താമസിച്ചോളാൻ പറയാണ്. അപ്പോൾ അതിൽ മഹാഭാരതത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: കരാറാൽ വീരജനനി വാഴുവൻ നിന്നടുക്കൽ ഞാൻ. ഒരു കരാറുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ താമസിക്കാം. എച്ചിലുണ്ണില്ലങ്ങ് കാല് കഴിയിക്കുകയില്ല ഞാൻ. അന്യരാം പുരുഷരോടി ഞാൻ മിണ്ടില്ലൊരിക്കലും. ഒരാണെന്നിൽ കാംക്ഷ വച്ചാൽ അവനെ ശിക്ഷ ചെയ്യണം. അവൻ ഒന്നാമതാ ജളൻ വധ്യൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ താമസിക്കാം. ഉണ്ണായിവാർ അത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഉച്ഛിഷ്ടം ഭുജിക്കയില്ല ഒരു നാളുമേ ഞാൻ, ഉരിയാടുകയില്ല പുരുഷന്മാരോടെ. പ്രച്ഛന്നരതിക്കേകൻ പ്രാർത്ഥിച്ചാൽ അവനെ പ്രസഭം നീ വധിക്കണം വസിപ്പൻ ഞാനിവിടെ. ഒരു മാറ്റമില്ല. ഇപ്പോൾ മഹാഭാരതത്തിലെ ദമയന്തിയുടെ യശസ്സിനെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ളതൊക്കെ അതേപടി എടുക്കുകയും വളരെ അധീരയും അബലയുമായിട്ടുള്ള ഒരു ദമയന്തിയെ അവതരിപ്പിക്കുന്ന സമയത്ത് മുഴുവൻ ദമയന്തിയുടെ വ്യക്തിത്വത്തെ ഉയർത്തുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളിൽ കൂടെ ഒരു ദമയന്തി അവതരിപ്പിക്കുകയാണ് ഉണ്ണായി വാര്യർ ചെയ്തിട്ടുള്ളത്. അത് ചെറിയ കാര്യമല്ല. 18-ാം നൂറ്റാണ്ടിലാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ രചന ഒരുപക്ഷെ ഉണ്ണായി വാര്യരുടെ നളയരുതായിരിക്കും തോന്നുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ നളൻ ദമയന്തിയുടെ പ്രഭവം ഇങ്ങനെ പറയുന്നതോടൊപ്പം തന്നെ നളനെ പരാമർശിക്കുന്ന സ്ഥലത്ത് മുഴുവൻ ഉണ്ണായി വാര്യർ വളരെ കൃത്യമായ രീതിയിൽ നളൻ്റെ ആ പ്രഭ അത്രത്തോളം കാണിക്കുന്നില്ല. ഇപ്പം ഈ ചൂത് കളിച്ച് ചൂതിൽ തോറ്റ് എന്താ പറഞ്ഞ അലഞ്ഞു നടക്കുന്ന നളൻ വേർപാട് വരെയുള്ള സമയത്ത് പറയുന്ന കാര്യങ്ങളിൽ മഹാഭാരതത്തിൽ ഇത്ര പറയുന്നുള്ളൂ: പെരുത്ത് വിഷമപ്പെട്ട് മാൽബെട്ടു കരൾ കെട്ടിത നിൻ ഭർത്താവായ ഞാൻ ചൊല്ലും സ്വഹിതം കേട്ടുകൊള്ളുക. ഞാൻ പറയുന്നത് നീ കേൾക്കുക. ഇതാ പോകുന്നു വളരെ പാന്തന്മാർ ദക്ഷിണാപഥം. കുറച്ച് പാന്തന്മാർ ഇതാ പോകുന്നുണ്ട്. ഇതാ വിന്ധ്യം അവന്തി കൃഷവാൻ എന്ന മല കയറി കടന്നു താൻ. ഈ അവന്തി ഋക്ഷം എന്ന് പറയുന്ന മല കടന്നിട്ട് അവന്തിക്ക് പോകുന്നുണ്ട്. ഇതാ വിന്ധ്യം മഹാശൈര്യം പയോഷ്ണി നദിയുണ്ടിതാ മുന്യാശ്രമങ്ങളുണ്ടേറെ ഫലമൂലങ്ങളുള്ളവ വിദർഭത്തേക്ക് ഇതാൻ മാർഗം അയോധ്യയ്ക്ക് ഇതാൻ വഴി അതിനപ്പുറം ഈ ദേശം ദക്ഷിണേ ദക്ഷിണാവധം. ഇത്രേ പറയുന്നുള്ളൂ. നീ അതുകൊണ്ട് പോകണം എന്നുള്ള സൂചന കൊടുക്കുകയാണ്. അതിന് ദമയന്തി മറുപടി പറയും, നീ എന്നെ ഉപേക്ഷിക്കരുതെന്ന് പറയും. ഉണ്ണായി വാര്യർ അങ്ങനെയാണോ എഴുതിയിട്ടുള്ളത്? ഉണ്ണായി വാര്യർ ആദ്യത്തെ സമയത്ത്, അതായത് എന്താ പറയുക, വസ്ത്രം പക്ഷികൾ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ടുള്ള സമയത്ത് പറയുന്ന 4 വാക്കുണ്ട്. അത് എന്താ പറയുക, ശരിക്കും അവനവൻ്റെ എന്താ പറയുക ഈ ഇൻഫീരിയോറിറ്റി, അതായത് അപകർഷതാബോധത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണിട്ടുള്ള ഒരു നളനെയാണ് അവിടെ കാട്ടുന്നത്. ഇങ്ങനെയാണ്: സുന്ദരി അറിയുന്നതാണ് എല്ലാവർക്കും. സുന്ദരി ദമയന്തി സുതതി സുമുഖി സതി തന്നി തരുണിമണി തളരുന്നതല്ലോ പാരം തപ്തതോയ സിക്തമാലദീവന നഗ്നപാലം അസ്തമീല മൂലം ഇവ നളന്നാണ് പറയണത്. വളരെ കാരണം നീ എവിടെ ചുറ്റി, നീ എന്താ പറയുക, മാലതി ലതയാണ്. മാലതി ലത എന്ന് പറഞ്ഞാൽ പിച്ചകവള്ളിയാണ്. പിച്ചകവള്ളി എന്ന് പറയുന്നത് അതിനെ തപ്തതോയം കൊണ്ട് സേചനം ചെയ്യപ്പെട്ടാണ്. ചൂടുവെള്ളം കൊണ്ട് നനയ്ക്കപ്പെട്ട ഈ പിച്ചകവള്ളി നീ എവിടെയാണ് കെട്ടിയിരിക്കുന്നത്? വേരറ്റുപോയ കാട്ടുപൂങ്ങിലാണ് നീ വന്നിരിക്കുന്നത്. ഞാൻ വേരറ്റുപോയ കാട്ടുപൂങ്ങാണെന്നാണ് പറയണത്. ഒരു അപകർഷതാബോധത്തിൻ്റെ അങ്ങേ അറ്റത്തേക്ക്. ഇത് ഭാരതത്തിൽ പറയുന്നില്ല അങ്ങനെ. ഭാരതത്തിൽ ഇത്ര നിരാശനായിട്ടുള്ള നടനെ അവതരിപ്പിക്കുന്നില്ല. അവിടെ നിരാശാവതിയായിട്ടുള്ള ദമയന്തിയാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ ഇത് മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷം വസ്ത്രം സ്ത്രീകൾ കൊണ്ടുപോയി ആ ഭാഗത്തിന് ശേഷം വരുന്നുണ്ടല്ലോ: സുന്ദരീ ദൈതേ ഭൈമി നിന്നെ രക്ഷിക്കാൻ ഇന്ന അരുമ എനിക്കിന്ന് വന്നു ഒന്നല്ല എനിക്കുള്ള ആധി ചൊന്നാൽ അറിയിക്കാമല്ലോ എന്നെയും നിന്നെയും നീ തന്നെ കാത്തുകൊള്ളണം. ആത്മവിശ്വാസം പൂർണ്ണമായി ചോർന്നു പോയിട്ടുള്ള ഒരു നളനെയാണ് നമ്മൾ ഉണ്ണായി വാര്യർ അവതരിപ്പിക്കുന്നത്. അതേസമയത്ത് അതാണ് നളോപാഖ്യാനത്തിൽ നളനെക്കുറിച്ച് പറയാത്തതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ പറയുകയും നളോപാഖ്യാനത്തിൽ ദമയന്തിയെ
ശോഭയ്ക്ക് ഉള്ള അതേ സന്ദർഭങ്ങളെല്ലാം അതിന് ബദലായിട്ടുള്ള വാക്യങ്ങളിൽ കൂടെ വളരെ കൃത്യമായ രീതിയിൽ ഒരു അര പറഞ്ഞു നീട്ടേണ്ടത് ഒരു ദമയന്തി ചരിതമാണോ എന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക് എഴുതാൻ വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇത് 2-3 കാര്യങ്ങളും കൂടെ പറയാം. ഇതിലിപ്പം ഉണ്ണായിവാരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതിനെ പിന്നീട് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുപോകാനുള്ള വലിയ യുക്തി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, ഇന്ദ്രാദികളും വന്ന് വലച്ചു നമ്മെ, ഇടയിൽ വന്ന് ഇടരെല്ലാം നിലച്ചു, ഇന്ദുവദനെ നിന്നെ ലഭിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് 4-ാം ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ സ്ഥിരബോധം മാഞ്ഞു നിന്നോട് അപരാധം ഭൂരി ചെയ്യുകയെന്ന് പറഞ്ഞ പദം ഉണ്ടല്ലോ, ആ പദം കഴിഞ്ഞിട്ട് മറ്റേ ദമയന്തിയുടെ പദമുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഇന്ദ്രാദികൾ ഇന്ദ്രൻ അഗ്നിയമൻ അർണസാം അധിപനും വന്ന് കനിഞ്ഞിരുന്നു എന്നതും കൊണ്ട് ഉള്ളിൽ അഭിന്ന നിർണയം അനിന്നുതരാകുന്ന പറയണത്. എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല. വേണമെങ്കിൽ പറയാം നിൻ്റെ തീരുമാനത്തിന് നീ മാറ്റം വന്നു എന്നുള്ളത്. അവിടെ പറയുന്നുണ്ട്, വൃന്ദാരക വരെ നിന്ദ ചെയ്ത നിനക്ക് ആരെന്ന് ബന്ധു എന്നറിയണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അനിന്നുതരാഗം, ഞാൻ എൻ്റെ അനുരാഗം മറച്ചു വച്ചിട്ടില്ല. അവിടെ അനുരാഗം മറച്ചു വെച്ചല്ലോ നളൻ. അപ്പം ഉണ്ണായിവാർ ഇങ്ങനത്തെ ചില കണ്ടിന്യൂറ്റികൾ ഉണ്ണായിവാരുടെ ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, അഭിന്ന നിർണയം അനിന്നുതരാഗം മന്നവർ തിലക സമുന്നതം സദസ്സി, ഞാൻ വളരെ തല ഉയർത്തി തന്നെ ആ സദസ്സിൽ വന്ന് വരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ദമയന്തിയുടെ ആ നളൻ പറയുന്നതിനോടൊക്കെ തന്നെ അതിന് ആ രീതിയിൽ പ്രതികരിക്കാതെ തൻ്റെ വ്യക്തിത്വം ഇതാണെന്ന് പറയാൻ ദമയന്തിയെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ണായിവാർ എടുത്തിട്ടുള്ള പദപ്രയോഗങ്ങൾ അത് വളരെ എന്താ പറയുക, ഒരു അൺപാരൽ എന്ന് പറയാൻ വേണ്ടി സാധിക്കും. കാരണം വെച്ചാൽ ആ രീതിയിൽ ഒരു ദമയന്തിയെ നളവാഖ്യാനത്തിൽ പറയുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. അതേപോലെ തന്നെ ദമയന്തിയെ ഈ രീതിയിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് വരുന്ന സമയത്ത്, അതേ സമയത്ത് ചില സ്ഥലങ്ങളിൽ ഇപ്പം നളനോട് ദമയന്തി ഈ രീതിയിൽ പ്രകടമായിട്ട് പറയുന്ന സമയത്ത് തന്നെ ഭീമരാജാവിനോട് പറയുന്നതിൽ വ്യത്യാസമുണ്ട്. ഭീമരാജാവിനോട് പറയുന്നത്, എനിക്ക് നളനെ കണ്ടില്ലെങ്കിൽ, എനിക്ക് നളനില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് ഭീമരാജാവിനോടുള്ള പദം. ഞാനത് പദം കൃത്യമായിട്ട് പറയാം. അപ്പം ഒരു വശത്ത് നളനെ പ്രകോപിപ്പിക്കുകയും നളൻ തൻ്റെ വ്യക്തിത്വം അതേപടി നിലനിർത്തിക്കൊണ്ട് തൻ്റെ വ്യക്തിത്വം ഇതാണെന്ന് പറയാൻ മടിക്കാതെ ആ അഭിജാതയായ നായികയായിട്ട് നിലനിർത്തുകയും അതേ സമയത്ത് തൻ്റെ ഉള്ളിലുള്ള ആ വ്യഥകളെ മറ്റ് പറയേണ്ട സന്ദർഭങ്ങളിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രം ഉണ്ണായിവാർ കൃത്യമായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നളോപാഖ്യാനത്തിലെ ദമയന്തി അല്ല നളചരിതത്തിലെ ദമയന്തി എന്ന് പറയേണ്ടതായിട്ട് വരും. അത് ഒരുപക്ഷെ ഞാൻ വായിച്ച പഠനങ്ങളിലൊന്നും അത്തരത്തിലുള്ള ഒരു നിരീക്ഷണങ്ങൾ കണ്ടിട്ടില്ല. ഇത് എൻ്റെ വായനയിൽ നിന്ന് ഞാൻ കണ്ടെത്തിയതാണ്. അതിലുള്ള ന്യൂനതകൾ ഉണ്ടാവാം, അതുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി. പക്ഷെ വളരെ കൃത്യമായിട്ട് തന്നെ പദങ്ങളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, പദങ്ങൾക്ക് സമാന്തരമായിട്ട് ഉണ്ണായിവാർ വരച്ചു വെച്ചിട്ടുള്ള ചിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദമയന്തി എന്ന് പറയുന്ന കഥാപാത്രം നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് 1-ാം ദിവസം മുതൽ 4-ാം ദിവസം വരെയുള്ള സ്ഥലത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീതി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതേസമയത്ത് നളോപാഖ്യാനത്തിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ടുള്ളൊരു ദമയന്തിയെ ഉണ്ണായിവാർ അവതരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതെൻ്റെ ചില ചിന്തകളുമായി നിങ്ങളുമായിട്ട് പങ്കുവച്ചതാണ്. ഇതിൽ ന്യൂനതകളുണ്ടാവാം, ഇതിലുള്ള വിമർശനങ്ങളുണ്ടാവാം. അത് ഓഫ് കോഴ്സ് അതൊക്കെ തീർച്ചയായിട്ടും ഒരു ചർച്ചയിലൂടെ അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. എന്നാൽ പോലും ഈ ഉണ്ണായിവാരുടെ ഈ നളചരിതവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചിന്തകൾ ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് എനിക്കുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ്. എന്നെ ശ്രവിച്ച നിങ്ങളോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് നമസ്കാരം. നളചരിതത്തിൻ്റെ ദമയന്തിയെ വേറൊരു 2 വിധത്തിലും ആണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് വളരെ സൂചനകൾ മാത്രമല്ല വ്യക്തമാക്കി തന്നെ അതേ പദങ്ങൾ തന്നെ ഉപയോഗിച്ച് ഓരോ വ്യാഖ്യാനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഇത്ര ദിവസം നമ്മൾ കേട്ട് നമ്മൾക്ക് തന്നെ പല ഇതിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു സംഭവമാണ് ഈ നളചരിതം എന്നുള്ളത്. ഇനിയും കണ്ടെത്താനിരിക്കുന്ന കുറേ
കാര്യങ്ങൾ നമ്മൾ മുമ്പിൽ ഇനി ദിവസങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പല പരിപാടികളും അവതരിപ്പിക്കുന്നത്, നാടകം അടക്കം വരുന്നുണ്ട്, പിന്നെ നൃത്താവിഷ്കാരങ്ങൾ വരുന്നുണ്ട്. ഇതിലൊക്കെ നമുക്ക് പുതിയ പുതിയ വ്യാഖ്യാനങ്ങളും കണ്ടെത്താൻ പറ്റും. എന്തായാലും ഇത്രയും നല്ലൊരു പ്രഭാഷണം നടത്തിയ വി രാജയെ സന്തോഷം അറിയിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നമസ്കാരം. ശൂരാനാശൻ്റെ ദമയന്തി കണ്ട ഒരു പ്രതീതി, അതാണ് പറയാനുള്ളത്. ധാരാളം ദമയന്തിമാരെ കാണാറുണ്ട്. കോട്ടക്കൽ ശിവരാമേട്ടൻ ഒരു ദമയന്തിയെ അവതരിപ്പിച്ച് അങ്ങനെ നല്ല ഫോമായിട്ടുള്ള ദിവസം എങ്ങനെയാണോ നമുക്ക് അനുഭൂതി ഉണ്ടാകുക, അത്തരത്തിലുള്ള ഒരു അനുഭൂതി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നൽകാൻ സാധിച്ചു. നളൻ്റെ ഇൻഫീരിയോറിറ്റി അതിന് മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ദമയന്തിയുടെ അടുത്ത് എന്ന് പറയുന്നുണ്ട്, ദേവന്മാരുടെ ദൂതനായിട്ട് ഞാൻ വന്നതുകൊണ്ടാണോ ഗൗനിക്കാത്തത് എന്നൊരു ചോദ്യമുണ്ട്. അതും കൂടി ഉൾപ്പെടുത്തിയാൽ കുറച്ചുകൂടി നന്നായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാനും ശ്രീ വി രാജയും തമ്മിലുള്ള പരിചയത്തിന് ഏതാണ്ട് 1/2 നൂറ്റാണ്ട് പഴക്കമുണ്ട്. 75 ആയിരിക്കും. 80കൾ മുതലേ ഞങ്ങൾ ഏതാണ്ട് ഒരേ തരം ജോലി ചെയ്ത് കോഴിക്കോട്ട് കഴിഞ്ഞവരാണ്. അന്നൊക്കെ ശ്രീ രാജ, ഞങ്ങളുടെ യൂണിയനുണ്ട്, ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഇന്ത്യ, അതിൻ്റെ കേരള ഘടകത്തിൻ്റെ ഗംഭീര നേതാവായിരുന്നു. അപ്പോൾ അതോട് സംബന്ധിച്ചുള്ള പ്രസംഗങ്ങളാണ് ആ കാലങ്ങളിലൊക്കെ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നീടാണ് അദ്ദേഹത്തിന് കഥകളിയോടൊക്കെ ഒരു ആഭിമുഖ്യം വരികയും പലതരം ചൊല്ലിയാട്ടങ്ങൾ ഓർഗനൈസ് ചെയ്യുക, ഒരു സംഘടന തന്നെ കോഴിക്കോട് തുടങ്ങുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ശരിക്കും ഈ കഥകളി സംബന്ധമായിട്ടൊരു പ്രഭാഷണം വി രാജയിൽ നിന്ന്, വാസുദേവരാജ എന്നാണ് അദ്ദേഹത്തിന് കേൾക്കുന്നത് ആദ്യമാണ്. ഇതിനു മുമ്പ് തരായിട്ടില്ല. അതിഗംഭീരായി, മതിയായില്ല എന്ന് മാത്രം പറഞ്ഞു കൊള്ളട്ടെ. താങ്ക് യു. നമസ്കാരം സാർ. ഞാൻ ഇന്നലെ ഇതേ സ്ഥാനത്ത് തന്നെ നിന്ന് പറഞ്ഞ ഒരു പരാമർശത്തിന് ഒരു മറുപടി ഇന്ന് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്നലെ നമ്മൾ യക്ഷഗാനത്തെ പറ്റി ചർച്ച ചെയ്തപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നളോപാഖ്യാനത്തിലും നൈഷധത്തിലും ഒക്കെ നളനെ വലിയ ചക്രവർത്തിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 1-ാം ദിവസം നളനെ കാണുമ്പോൾ അങ്ങനെ ഒരു ചക്രവർത്തിയുടെ ഒരു ഭാവം നമുക്ക് തോന്നാറില്ല എന്ന്. പക്ഷെ അതിൻ്റെ കാരണം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ നമുക്ക് വ്യക്തമായി. കാരണം എന്താ വെച്ചാൽ, ഉണ്ണായി വാര്യർ അങ്ങനെ ഒരു നളനെ അല്ല പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ കുറച്ച് ഉള്ള നളനെയും ദമയന്തിയെ ഉയർത്തി കാണിക്കാനും ആയിട്ടാണ് നളചരിതം എഴുതിയിട്ടുള്ളത് എന്ന് സാറിൻ്റെ പ്രസംഗത്തിൽ നിന്ന് വളരെ വ്യക്തമായി. അപ്പോൾ ഇന്നലെ പറഞ്ഞ കാര്യത്തിൻ്റെ സമാധാനം ഇന്നാണ് എനിക്ക് കിട്ടിയത് എന്നുള്ള സന്തോഷത്തെ ഞാൻ അറിയിക്കുന്നു. പതിവ് പോലെ അടുത്ത ചടങ്ങ് ഇന്നത്തെ പ്രഭാഷകനെ നമ്മുടെ സുവർണ മുദ്രണം നൽകി ആദരിക്കലാണ്. അതിനുവേണ്ടി നമ്മുടെ പ്രിയ സുഹൃത്ത് ശില്പി